ഇന്ന് നിങ്ങൾക്കറിയാം എം ടി വാസുദേവൻ നായർക്ക് 91-ാം ജന്മദിനമാണ്. എം ടിയുടെ ഈ ജന്മദിന വേളയിൽ അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫിലൂടെ നമ്മളൊന്ന് കടന്നു ചെന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാമമായ കൂടല്ലൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. എം ടിയുടെ സാഹിത്യ ഭാവനകളെ രൂപപ്പെടുത്തിയത് ഈ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ എന്ന ഗ്രാമമാണ്. എം ടിയുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഗ്രാമം ഇപ്പോഴും. സാഹിത്യവും സംസ്കൃതിയും ഒരുമിച്ചൊഴുകുന്ന നിള പരിസരമാണ് എം ടി വാസുദേവൻ നായരുടെ കഥാപ്രപഞ്ചം. കൂടല്ലൂരാണ് അതിൻ്റെ പ്രധാന ഇടം. കൊടിക്കുന്നത്ത് കാവലമ്മയാണ് പ്രധാന ആരാധനാ കേന്ദ്രം. ദൈവമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കൊടിക്കുന്നത്ത് കാവലമ്മയുണ്ട് എന്നാണ് എം ടിയുടെ പഴയ പ്രസംഗ വരികളിലൊന്ന്. കൂടല്ലൂരിന്റെ പരിസരങ്ങളാണ് എം ടിയുടെ സാഹിത്യഭാവനകൾക്ക് നിറമേകിയതെന്ന് സഹോദരൻ എം ടി രവീന്ദ്രൻ പറയുന്നു. എം ടി ചെറുപ്പകാലം മുതൽ ഈ എഴുതിയ കഥകളൊക്കെ തന്നെ ഈ കൂടല്ലൂരിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ് ആദ്യകാലത്ത്. പിന്നെ വളരെ ചെറുപ്പകാലം മുതലേ മൂപ്പർക്ക് ജന്മവാസന മാതിരി സർഗാത്മകത കയ്യിലുണ്ട്. മൂപ്പരുടെ ജീവിതത്തിന്റെ കൂടല്ലൂർ പശ്ചാത്തലത്തിലാണ് മൂപ്പരുടെ എല്ലാ കഥകളും. നിളയുടെ ഓളങ്ങളെ കണ്ട് കഥ എഴുതണമെന്ന ആഗ്രഹത്തെ തുടർന്നാണ് നിളയോരത്ത് അശ്വതി ഭവനം ഒരുക്കുന്നത്. കൂടല്ലൂരിലേക്കുള്ള തിരിച്ചുപോക്ക് തനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്ന് എം ടി പലപ്പോഴും പറയാറുണ്ട്. നിള മെലിഞ്ഞു, നാലുകെട്ടിലെ യൂസഫ് മരിച്ചു. അങ്ങനെ കൂടല്ലൂരിന്റെ സ്വന്തം എം ടി വരച്ചിട്ട പലതും ഇന്നില്ല. എങ്കിലും ഈ ഗ്രാമം എം ടി എന്ന മഹാനുഭാവനോട് എന്നും കടപ്പെട്ടിരിക്കും. പാലക്കാട്.